SSLC ഫിസിക്സിലെ ലെൻസസ് എന്ന ചാപ്റ്ററിലെ ലെൻസ് ഇക്വേഷൻ, ലെൻസ് സമവാക്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 1/f ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. അപ്പോൾ 1/f ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. അപ്പോൾ എന്താണ് എഫ്, എന്താണ് വി, എന്താണ് യു? ഇനി അതാണ് നോക്കേണ്ടത്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. വി എന്ന് പറഞ്ഞാൽ ഇമേജിൽ നിന്നും ഒപ്റ്റിക് സെൻറ്ററിലേക്കുള്ള ദൂരമാണ്. ആൻഡ് യു ഒബ്ജക്റ്റിൽ നിന്നും ഒപ്റ്റിക് സെൻറ്ററിലേക്കുള്ള ദൂരം. ഇത് രണ്ടും ദൂരങ്ങളാണ്, ഇതും ദൂരമാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇത് ഫോക്കസിലേക്കുള്ള ദൂരം, ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. ഇത് ഇമേജ് ഡിസ്റ്റൻസ്, ഇമേജിലേക്കുള്ള ദൂരം. പിന്നെ ഇത് യു എന്ന് പറഞ്ഞാൽ വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. ഇത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, ഫോക്കസിലേക്കുള്ള ദൂരം, വസ്തുവിലേക്കുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ അളവ് കാണാൻ കഴിയും. പൊതുവെ ഫോക്കസ് ചോദിക്കാറുണ്ട്. ഇനി അഥവാ വി കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വിയെ അവിടെ നിർത്തി ബാക്കിയുള്ളതിനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1/v എന്താ വരിക? 1/v എന്ന് പറഞ്ഞാൽ 1/v ഇവിടെ തന്നെ വെച്ചിട്ട് മൈനസ് 1/uനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അതായത് 1/f അവിടെ തന്നെ നിൽക്കും. 1/f പ്ലസ് 1/u. ഇനി അടുത്തത് യു കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 1/u ഈസ് ഈക്വൽ ടു 1/u എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആർക്കാണ് ബാധകം? 1/uനാണ് ബാധകം. അപ്പോൾ അത് ഇവിടെ വെച്ചാൽ മൈനസ് 1/u ആയി. സോ നമുക്ക് ഈസ് ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാം. സോ 1/u ഈസ് ഈക്വൽ ടു, അപ്പോൾ 1/v ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. 1/v പിന്നെന്താണ്? 1/f നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് 1/f. എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളും എങ്ങനെയാണ് സൈൻ കാണേണ്ടത് എന്നും വിവരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി 7907183352 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.